സ്കൂൾ കായികമേളയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചകളിൽ ഒന്നായിരുന്നു റെക്കോർഡ് നേട്ടത്തിന്റെ വേദിയിൽ തന്റെ ശിഷ്യയ്ക്ക് സ്വന്തമായൊരു വീടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു കോച്ചിന്റെ വാക്കുകൾ. 38 വർഷത്തെ ചരിത്രം തിരുത്തി റെക്കോർഡിട്ട് മടങ്ങിയെത്തിയ ദേവപ്രിയയ്ക്ക് ഇടുക്കി കാൽവരി മൗണ്ടിൽ നാട്ടുകാർ ഒരുക്കിയത് ഊഷ്മളമായ സ്വീകരണമാണ്. പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനവും കാൽവരി മൗണ്ടിൽ നടന്നു. സഹോദരി ദേവനന്ദയ്ക്കൊപ്പമാണ് ദേവപ്രിയ മടങ്ങിയെത്തിയത്. വേഗറാണിക്ക് നാടൊരുക്കിയത് ഹൃദയം തൊടുന്ന സ്വീകരണം. സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ദേവപ്രിയയുടെ പുതിയ വീടിനുള്ള തറക്കല്ലിടലും കല്ലിടിയിലും നടന്നു. CPM ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മാണത്തിന്റെ ചെലവ് വഹിക്കുന്നത്. വീട് വെച്ച് തരാന്ന് പറഞ്ഞു. സന്തോഷമായി. നല്ല വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ പാർട്ടിയുടെ നേതൃത്വം തന്നെ ഏറ്റെടുത്ത കാര്യം ഇതായിരുന്നു. ഇവിടെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുകയാണ്. എൻ്റെ പാർട്ടിയും എൻ്റെ സഹപ്രവർത്തകരും ഈ മുഴുവൻ നാട്ടുകാരും കൂടി വൻ സ്വീകരണം ഒരുക്കി. വളരെ സന്തോഷം. ദരിദ്രരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, സ്വർണം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വർഷം 50 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഗവൺമെൻറ് പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു. വീട് നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ദേവപ്രിയയുടെ നേട്ടം ഹൈറേഞ്ചിലെ നിരവധി കൊച്ചുമിടുക്കർക്ക് പ്രചോദനമാകുമെന്നത് തീർച്ച. മീഡിയ 1 ഇടുക്കി.